പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഇന്ത്യയും ലോകവും. ആക്രമണത്തിന് പിന്നിൽ പാക് ചാരസംഘടനയാണെന്ന് ഇന്ത്യൻ ഏജൻസികൾ ഉറപ്പിച്ചിട്ടുണ്ട്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ആക്രമണം നടത്തിയത്. ഈ സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബയും ISIയും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ISIയുടെ പിന്തുണയോടെ ലഷ്കറാണ് ആക്രമണം ചെയ്തത്. TRF പദ്ധതി നടപ്പാക്കിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയ വിവരം. ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറായ സൈഫുള്ള ഖാലിദാണ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. കസൂരി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ആക്രമണം നടത്തിയത് 3 പാക് ഭീകരരാണ്. നാട്ടുകാരന്റെ സഹായവും ഭീകരർക്ക് ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞാണ് ആക്രമണം നടത്തിയത്. AK-47 ഉപയോഗിച്ചാണ് വെടിയുതിർത്തതും. ജമ്മു കശ്മീരിലെ പഹൽഗാമിലാണ് ഭീകരർ ആക്രമണം നടത്തിയത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 28 പേരാണ് കൊല്ലപ്പെട്ടത്. കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ N രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി വിനയ് നർവലും തെലങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ദക്ഷിണ കശ്മീരിലെ പഹൽഗാം അറിയപ്പെടുന്നത്. പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3-ന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്കരികിലെത്തി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന പ്രദേശമാണിവിടം. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് പഹൽഗാമിൽ ആക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു. വളരെ അടുത്തു ചെന്ന് നിന്നാണ് ഭീകരർ വെടിവെച്ചതെന്നും പട്ടാളവേഷത്തിലാണ് അക്രമികൾ എത്തിയതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ആക്രമണത്തിന് ശേഷം ഭീകരർ ഓടി രക്ഷപ്പെട്ടു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റു. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ഉയർന്നുവന്ന ഒരു പുതിയ തീവ്രവാദ സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്. ലഷ്കർ-ഇ-തയ്യബയുടെ അനുകൂല സംഘടനയാണിത്. 2019 ഒക്ടോബറിലാണ് ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ഹിസ്ബുൾ മുജാഹിദീനിൽ നിന്നും LTയിൽ നിന്നുമുള്ള കേഡറുകളെ ഉൾപ്പെടുത്തിയാണ് TRF തുടക്കത്തിൽ രൂപീകരിച്ചത്. LETയുടെ പ്രോക്സി സംഘടനയായാണ് കേന്ദ്ര സർക്കാർ TRFനെ വിശേഷിപ്പിക്കുന്നത്. 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം TRFനെയും അതിന്റെ എല്ലാ മുന്നണി സംഘടനകളെയും നിരോധിച്ചു. 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം അവയെ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കശ്മീരി പണ്ഡിറ്റുകൾ, കുടിയേറ്റ തൊഴിലാളികൾ, സുരക്ഷാ സേന എന്നിവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും നടത്തുന്നത് TRF ആണ്. 2024 ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലെ ഒരു നിർമ്മാണ സ്ഥലത്ത് ഒരു ഡോക്ടറും 6 കുടിയേറ്റ തൊഴിലാളികളും കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിരുന്നു. TRF ഉൾപ്പെട്ട മറ്റൊരു പ്രധാന ആക്രമണം 2020 ഏപ്രിൽ 1-ന് കുപ്വാരയിലെ കേരൻ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടത്തിയ 4 ദിവസത്തെ വെടിവെപ്പായിരുന്നു. തീവ്രവാദികൾക്കൊപ്പം 5 ഇന്ത്യൻ പാരാ കമാൻഡോകളും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു.